ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണ്. ഞാനിത് ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ വീക്ക് സ്കൂളുകൾക്ക് സ്പ്രിംഗ് ബ്രേക്കാണ് കേട്ടോ. അതുകൊണ്ട് മോൾക്ക് സ്കൂളിൽ പോകേണ്ട, മോളും ഏട്ടനും വീട്ടിലുണ്ട്. ഇവിടെ ഒഫീഷ്യലി സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തു. ഈ വർഷത്തെ വിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിൻ്ററായിരുന്നു. കുറേ വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു വിൻ്റർ ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും എൻ്റെ വീട്ടിൽ നിന്ന് ഞാനിപ്പം ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓഫീസിലേക്ക് ഒരു 20 മിനിറ്റ്സാണ്. വീട്ടിൽ നിന്ന് ഒരു 2 മിനിറ്റ്സ് വാക്കേ ഉള്ളൂ കോ സ്റ്റേഷനിലോട്ട്. അവിടെ നിന്ന് ഞാൻ ടൊറൻറ്റോ ഡൗൺ ടൗണിലാണ് എൻ്റെ ഓഫീസ്. അവിടത്തേക്ക് ഒരു 20 മിനിറ്റ്സാണ്. ഇപ്പോൾ വെയിൽ നല്ലോണം ഉണ്ടെങ്കിലും തണുപ്പിന് വലിയ കുറവൊന്നും വന്നിട്ടില്ല കേട്ടോ. കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് മന്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറവാണ്. പക്ഷേ ഇവിടെ ഒരു 2 ആഴ്ചയും കൂടെ, ഇനി ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴാണ് തണുപ്പ് നന്നായിട്ടൊന്ന് കുറഞ്ഞു വരുന്നത്. ഏപ്രിലിൽ സാധാരണ വിൻ്റർ കഴിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്നോ സ്റ്റോം ഉണ്ടാവാറുണ്ട്, മിക്കവാറും ഉണ്ടാവും. അപ്പം അതോടെ കഴിയുമ്പോഴത്തേക്കും ഈ വിൻ്ററിനൊരു അവസാനം വരും. ഡൗൺ ടൗൺ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇവിടെ നിന്നൊരു 10 മിനിറ്റ്സ് സബ്വേ വഴി ഒന്ന് നടക്കാനുണ്ട് കേട്ടോ ഓഫീസിലോ. അങ്ങനെ ഇതാ നടന്ന് അവസാനം ഓഫീസിലെത്തി. രാവിലെ തന്നെ സ്റ്റാൻഡപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു കലാപരിപാടി മസ്റ്റാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്സ് കോഫി ബ്രേക്ക് എടുക്കും. ഓഫീസിലോട്ട് പോകുമ്പോൾ എനിക്ക് ഓറഞ്ച് ജ്യൂസ്, ആസ് യൂഷ്വൽ ചായ. നമ്മൾ ആദ്യം ഒലി ഫ്രഷ് കോലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെ ഫ്രഷ് ജ്യൂസ് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ലഞ്ചിന് നമുക്ക് പാസ്ത, അവിടെ തന്നെ ഒരു പാസ്ത സ്റ്റേഷനുണ്ട്. അവിടെ തന്നെ നമ്മൾ ഏത് പാസ്തയാണ്, ഏത് സോസാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കസ്റ്റമായിട്ട് നമ്മുടെ മുന്നിൽ തന്നെ അവിടെ നിന്ന് ഉണ്ടാക്കി തരും. അതിന് $13 എന്തോ ആണ്. പക്ഷേ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 2 ബൗളിൽ നിറച്ചും പാസ്ത കിട്ടും. ഇപ്പോൾ നമ്മൾ പാസ്ത മേടിക്കുന്ന ദിവസമാണെങ്കിൽ ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്താണ് പാസ്ത സ്റ്റേഷൻ. മൺഡേയ്സിൽ ഇവിടെ $7 മാത്രമേ ഉള്ളൂ. പാസ്തയ്ക്ക് ഓഫാണ്. അതും 2 ബൗളിൽ ഫുൾ പാസ്തയാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഞങ്ങളെപ്പോഴും മിക്കവാറും മേടിക്കാറുണ്ട് അവിടുന്ന്. ഇനി ഞങ്ങളുടെ സ്വന്തം ടിം ഹോർട്ടൻസിലോട്ട് പോവുകയാണ് എനിക്ക് കോഫി മേടിക്കാനായിട്ട്. എനിക്ക് കോഫി വലിയൊരു വീക്ക്നെസ്സാണ്. അപ്പം ഞങ്ങൾ കോഫിയും സ്പിനച്ച് ഫെറ്റയും കൂടെയാണ് മേടിച്ചിട്ട് കഴിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ടിം ഹോർട്ടൻസിൽ മാർച്ച് എൻഡ് വരെ എന്തോ റോളപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. അത് എല്ലാ വർഷവും ടിം ഹോർട്ടൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ഈ കോഫിയിൽ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ റോളപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രൈസ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. അവർ കാറ് സ്റ്റേക്കേഷൻ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് മിക്കവാറും കോഫി ഫ്രീ കിട്ടാറുണ്ട് കേട്ടോ. അപ്പം കോഫി ഫ്രീ ആണെങ്കിൽ നമുക്ക് ഏത് സൈസ് കോഫി വേണമെങ്കിലും ഏത് കോഫി വേണമെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈ ഒരു ഇത് മുറിച്ചിട്ട് എടുത്ത് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ നമ്മൾ ഇത് കോഫി മേടിക്കുന്ന സമയത്ത്, കോഫിയോ എന്തെങ്കിലും ടിം ഹോർട്ടൻസ് മേടിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മൊബൈൽ ആപ്പ് വെച്ചിട്ടാണ് പേ ചെയ്യുന്നതെങ്കിൽ, സ്കാൻ ആൻഡ് പേ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആപ്പിലും ഇതേപോലെ തന്നെ റോളപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം രണ്ട് എണ്ണം ചെയ്യാം. ഒന്ന് കപ്പിലും ചെയ്യാം, പിന്നെ ആപ്പിലും ചെയ്യാം. ആപ്പിലും ചെയ്യാം. അപ്പം അപ്പോഴും അതിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇന്ന് $100 പോയിൻറ്റ്സ് റിവാർഡ് പോയിൻറ്റ്സ് കിട്ടിയേക്കണം. അപ്പോൾ ഈ റിവാർഡ് പോയിൻറ്റ് വെച്ചിട്ട് നമുക്ക് ഇനി ഓരോ പ്രാവശ്യം നമ്മൾ ആപ്പ് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ ആ പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നെക്സ്റ്റ് ടൈം വാങ്ങിക്കുന്ന സമയത്ത്. എപ്പോഴും തിരക്ക്. ഞങ്ങളൊരു 12 മണി കഴിയുമ്പോഴാണ് കേട്ടോ ലഞ്ച് ബ്രേക്ക് എടുക്കാറ്. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇടയ്ക്ക് കൊണ്ടുവരും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ബിൽഡിങ്ങിന് താഴെ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട്. അവിടെ നിന്ന് കഴിക്കും. അവിടെ പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഫുഡൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ത്യൻ എപ്പോഴെങ്കിലും കഴിക്കണം തോന്നുകയാണെങ്കിൽ നമ്മൾ ഓഫീസിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് ഒരു 300 മീറ്റർ നടക്കാനുണ്ട്. ഒരു ദോശ ആൻഡ് റൊട്ടി പ്ലേസ്, അത് രണ്ടും ഉണ്ട്. സൗത്ത് ഇന്ത്യനും കിട്ടും, റൊട്ടി പ്ലേസ്, അവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡും എല്ലാം കിട്ടുന്നൊരു കടയാണ്, ഒരുമിച്ചുള്ള കടയാണ്. അപ്പം അവിടെ പോയിട്ട് നമ്മൾ കഴിക്കും. അപ്പം ഇന്ന് നമ്മൾ അവിടേക്കാണ് പോണത്. പിന്നെ ഇത് വിജയ്, ഞങ്ങളുടെ കൂടെ ഇപ്പോൾ റീസെൻ്റ്ലി ഞങ്ങൾക്ക് കിട്ടിയൊരു ഫ്രണ്ടാണ്. ഞങ്ങളുടെ ടീമല്ല, പക്ഷേ മലയാളി കാറ്റടിച്ച് വരും എന്നൊക്കെ പറയണില്ലേ, അങ്ങനെ എലിവേറ്ററിൽ വെച്ചിട്ട് ഞങ്ങളുടെ കമ്പനിയിൽ തന്നെയാണ്, അങ്ങനെ എലിവേറ്ററിൽ വെച്ച് പരിചയപ്പെട്ടാണ്. അപ്പോൾ നമ്മളിപ്പം ഇടയ്ക്ക് ഒരുമിച്ചാണ് ഇങ്ങനെ ലഞ്ച് കഴിക്കാനൊക്കെ പോകുന്നത്.
വിന്റർ സീസൺ കഴിഞ്ഞ സമയമാണ് സ്പ്രിങ് തുടങ്ങി. പക്ഷെ ഇവിടുത്തെ ഐസ് ഒന്നും അധികം കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇപ്പൊ കോട്ട് മീൻസ് അത്രയ്ക്ക് വലിയ തണുപ്പൊന്നുമില്ല. പക്ഷെ നല്ല സുഖമുള്ള തണുപ്പാണ്. നമുക്കൊന്ന് ക്രോസ് ചെയ്തിട്ട് വെള്ളം അങ്ങോട്ടേ പോവാം. കഴിച്ചു കഴിഞ്ഞിട്ടൊന്ന് നടക്കാം. അത് അങ്ങനെ വരാം. അല്ലെങ്കിൽ വലിയ ക്യൂ ഉണ്ടാവും. ഇന്നലേക്ക് എനിക്ക് മീറ്റിംഗ് ഉള്ളതാണ്. അപ്പോൾ ഇതാണ് ദോശ ആൻഡ് റോട്ടി പ്ലേസ്. ഇത് രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ്. ഒരു സൈഡിൽ ദോശ പ്ലേസും ഒരു സൈഡിൽ റോട്ടി പ്ലേസും. ഇവിടെ നമ്മുടെ ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡും ദോശ, ഇഡ്ഡലി, വട അങ്ങനത്തെ സാധനങ്ങളും, പിന്നെ അതുപോലെ തന്നെ ബിരിയാണി, നോർത്ത് ഇന്ത്യൻ ബിരിയാണീസ്, പിന്നെ നോർത്ത് ഇന്ത്യൻ ചിക്കൻ അങ്ങനത്തെ ഉള്ള കറി ഐറ്റംസ്, ബട്ടർ ചിക്കൻ, പിന്നെ ബട്ടർ ചിക്കൻ റൊട്ടിയൊക്കെ ഇല്ലേ, ഈ റൊട്ടിക്കകത്ത് ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടില്ല, അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ നല്ലതാണ്, അടിപൊളിയാണ്, എനിക്കിഷ്ടമാണ്. ഇവിടുത്തെ ടേസ്റ്റ് നല്ലതാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ വന്നിട്ട് കഴിക്കാറുണ്ട്. അതല്ല എങ്ങനെയുണ്ട് ലസ്സി? മാവ് കൊടുക്കുന്നേ ഉള്ളൂ. ഇതിന്റെ താലപ്പൊലിക്കും. ഇത് മതി. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ ഒരു ബട്ടർ നാനും ചിക്കൻ കറിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ, നല്ലതായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ ഹാർബർ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. ഹാർബർ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ ഓഫീസ്. നമ്മൾ ഇവിടുന്ന് നടന്നിട്ട് അതുവഴി ഓഫീസിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഹാർബർ ഫ്രണ്ടിലോട്ട് നടന്ന് പോവാണ്. ലേക്ക് ഒൻറ്റാരിയോ ആണ്. ഇത് വിൻ്ററായ സമയത്ത് 2 ആഴ്ച മുന്നേ വരെ ഇത് ഫ്രോസൺ ആയിരുന്നു കേട്ടോ. ഇപ്പം കുറച്ച് വെതറൊന്ന് മാറി ഒന്ന് പ്ലസിലോട്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇതിൻ്റെ ഐസൊക്കെ ഒന്ന് മെൽറ്റായി. ഇവിടുന്ന് ബോട്ട് ക്രൂസ് ഉണ്ട് കേട്ടോ ടൊറൻഡോ ഐലൻഡിലോട്ട്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ്സ് എന്തോ ഉള്ളൂ അപ്പുറത്ത് ഐലൻഡിലോട്ട്. ടൊറൻഡോ ഐലൻഡ് നല്ല അടിപൊളിയാണ് കേട്ടോ, നമുക്ക് പിക്നിക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ചും ഫോൾ സീസണിൽ ഇലയൊക്കെ കളറൊക്കെ മാറിയിട്ട് കാണാൻ ഭയങ്കര രസമാണ്. ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ആ ടവറില്ലേ, അതാണ് കേട്ടോ CN ടവർ. ഇത് കാനഡയുടെ മോസ്റ്റ് ഐക്കോണിക് ലാൻഡ്മാർക്സ് ആണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ലാൻഡ്മാർക്സ് ആണ് കേട്ടോ. അത് മറക്കാൻ അതിനെ പറ്റിയിട്ട് കുറേ ഹിസ്റ്ററീസൊക്കെ ഉണ്ട്. അതൊന്നും നമ്മുടെ ഇന്നത്തെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകണില്ല. നമ്മൾ ഈ വർഷം ജൂണിൽ വെക്കേഷൻ എടുത്ത് നാട്ടിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഏട്ടൻ കാര്യമായിട്ട് ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലിജോ എന്ന നമ്പറാണ്. ലിജോ പറഞ്ഞു അയാൾ വഴി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് ചിലപ്പം റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അത് വഴി എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ് ഹബിൽ നോക്കിയാ ഫ്ലൈറ്റ് ഹബിലൊന്നുമില്ല.
പിന്നെ സ്കൈ സ്കാനറിലോ? ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഏറ്റവും നല്ലത് ഇത് എയർ ഫ്രാൻസാണ് നല്ലത്. എയർ ഫ്രാൻസ് ഇപ്പോൾ ഒരെണ്ണമുണ്ട്, പ്രീമിയം എക്കോണമിയാണ്. ദാറ്റ്സ് ഗുഡ് ആക്ച്വലി. ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം കോഫിയൊക്കെ ഒന്ന് കുടിച്ച് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ഒരു 6-6:30 ആകുമ്പോഴാണ് ഡിന്നറിൻ്റെ പണി നോക്കണേ. ഒരു 7:30 ആകുമ്പോഴത്തേക്കും നമ്മൾ മിക്കവാറും ഡിന്നർ കഴിക്കാൻ തുടങ്ങും. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കിച്ചൺ ക്ലോസ് ചെയ്യും. അതാണ് എപ്പോഴും ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ വീക്കെൻഡിൽ ഇതൊക്കെ തകിടം മറിയും കേട്ടോ. 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഒന്ന് ഡിന്നറൊക്കെ കഴിച്ച് കിച്ചണൊക്കെ ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ വീക്ക് ഡേയ്സിൽ എപ്പോഴും പിറ്റേ ദിവസം സ്കൂളും ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഡിന്നർ കഴിക്കും. 7:30 ആകുമ്പോഴത്തേക്ക് തന്നെ ഡിന്നർ കഴിച്ച് 8 മണിക്ക് മുന്നേ തന്നെ ഡിന്നർ കഴിച്ച് കഴിയും. ടിക്കറ്റ് നോക്കാനായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന എല്ലാ വെബ്സൈറ്റും കയറി ഇറങ്ങിയായിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് ഹബ്ബ്, സ്കൈ സ്കാനർ, ചീപ്പോ എയർ, എക്സ്പീഡിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കറിയുന്ന എല്ലാ വെബ്സൈറ്റും കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രൈസൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു ജൂണൊക്കെ അല്ലേ പോണത്, അപ്പം ഇവിടെ വെക്കേഷൻ ടൈമാണ്, ഭയങ്കര പീക്ക് ടൈമിലാണ് പോണത്. അതുകൊണ്ട് തന്നെ പ്രൈസ് ഭയങ്കര കൂടുതലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഒരു ഏജൻറ്റാണ്, അപ്പം അവർ വഴി ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഞങ്ങൾ എല്ലാ വെബ്സൈറ്റും കമ്പയർ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് അതിലൊക്കെ വെച്ചിട്ടൊരു $500 കുറച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പം എടുത്തേക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഭയങ്കര ലാഭത്തിന് നമുക്ക് എടുക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അവരെക്കുറിച്ചിട്ട് കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യും കേട്ടോ. ഞാൻ അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് തരാം. എനിക്ക് ഭയങ്കര നല്ല സർവീസായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഏതായാലും ടിക്കറ്റ് എടുത്തു. അങ്ങോട്ട് ഡെൽറ്റ എയർലൈൻസും ഇങ്ങോട്ട് എയർ ഇന്ത്യയാണ് എടുത്തത്. ഞങ്ങൾ മാക്സിമം എയർ ഇന്ത്യയിൽ പോകണ്ട എന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, പുച്ഛിച്ചതല്ല. കാരണം ഞങ്ങൾ ലാസ്റ്റ് 2 years ago ആണ് ഞങ്ങൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര മോശം എക്സ്പീരിയൻസ് ആയിരുന്നു എയർ ഇന്ത്യയിൽ. എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല, ഫ്ലൈറ്റ് ആണെങ്കിലും അത്ര നല്ല ഫ്ലൈറ്റ് ആയിരുന്നില്ല. അങ്ങനെ ഭയങ്കര ഒരു മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു, എൻ്റെ ചേച്ചിയും നമ്മൾ നാട്ടിൽ 2 വർഷം മുന്നേ പോയ സമയത്തും അവരും എയർ ഇന്ത്യയിലായിരുന്നു. അവർക്കും മോശമായിരുന്നു എക്സ്പീരിയൻസ്. അപ്പം ഇനി ഞങ്ങൾ എയർ ഇന്ത്യ എടുക്കുകയില്ല എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ എല്ലാം നോക്കി കൂട്ടിയും കുറച്ചും ഒക്കെ ഹരിച്ചും കുടിച്ചും ഒക്കെ നോക്കിയിട്ട് അങ്ങോട്ട് ഡെൽറ്റയും ഇങ്ങോട്ട് എയർ ഇന്ത്യയും തന്നെയാണ് എടുത്തേക്കണത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്. നമ്മളില്ല, ഞാൻ മാത്രം. ഇന്ന് ഞാൻ നെയ്പ്പത്തിലും മുട്ടക്കറി ഉണ്ടാക്കാന്നുള്ള പ്ലാനിലാണ്. ഇവിടെ രാത്രിയിൽ ഇതുപോലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എന്തെങ്കിലും ആയിരിക്കും രാത്രി കഴിക്കുന്നത്. അപ്പം ഞാനിന്ന് പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തേങ്ങ വറുത്തരച്ചിട്ടുള്ള അതും അത് നെയ്പ്പത്തലിൻ്റെ കൂട്ടത്തിൽ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. എല്ലാ ഇൻഗ്രീഡിയൻസും കുക്കറിലിട്ടൊരു വിസിലെടുത്തതിന് ശേഷം ഞാൻ തേങ്ങ വറുത്തിട്ട് അരച്ച് ചേർത്ത് തടുക്കയും കൂടെ ഇടുകയാണ് ചെയ്യാറ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു 3 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള, ഒരു ചെറിയ തക്കാളി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു വിസിലെടുത്തിട്ട് വെക്കുകയാണ് ചെയ്യുക. സോ ഞാൻ അത് ഒരു വിസിലെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് വിസിലാവണ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് തേങ്ങ വറുത്തിട്ട് അരയ്ക്കാം. സാധാരണ തേങ്ങ വറുത്തിട്ടുള്ള തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഇതില്ലേ, പൊട്ടറ്റോ കറിയില്ലേ, അതിനകത്ത് മുട്ടയിടും, അതാണ്. അപ്പം ഞാൻ ഇത് വിസിലാവുമ്പോഴത്തേക്കും തേങ്ങ വറുത്ത് വരും. എന്നിട്ട് ആ വിസിൽ തണുക്കുമ്പോഴത്തേക്കും തേങ്ങയും തണുക്കും. അപ്പം തേങ്ങ അരച്ച് അതിനകത്ത് ചേർക്കുക, അതാണ് പരിപാടി. അപ്പം തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് എന്താണ് മേടിച്ചത്? അപ്പം ഞാൻ തേങ്ങയുടെ അളവ് വെളിച്ചെണ്ണയ്ക്കകത്തൊരു 2 പിടി തേങ്ങ എടുത്തിട്ടാണ് വറുക്കുന്നത് കേട്ടോ.
അപ്പോൾ തേങ്ങ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം അത് ആകുമ്പോഴത്തേക്കും നമുക്ക് നെയ്പ്പത്തലിനുള്ള സാധനം കുഴച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ പുട്ടുപൊടിയാണ് കേട്ടോ. പുട്ടുപൊടി ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ട് ഞാൻ ഇതുപോലത്തെ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പം ഇതുപോലെ 2 എണ്ണത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇടയ്ക്ക് വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ വെളിയിൽ നിന്നും മേടിക്കാറുണ്ട് പുട്ടുപൊടി, പക്ഷെ മിക്കവാറും ഞാനിങ്ങനെ ഇതുപോലെ പൊടിച്ച് വയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടുപൊടിയും നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയും ഉണ്ടെങ്കിലാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പം ഞാനിതിൽ കൂടുതലും പുട്ടുപൊടിയാണ് വേണ്ടത്. അപ്പോൾ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്കാണെങ്കിൽ 1/4 ഗ്ലാസ് ഇടിയപ്പത്തിൻ്റെ പൊടി മതിയാവും. അപ്പം ഞാൻ അളന്നിട്ട് എടുക്കാം. ഒരു ഗ്ലാസ് ഞാനൊരു ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അപ്പം ഒരു 1/4 ഗ്ലാസ് ഇതും കൂടെ 1/4 ഗ്ലാസ് ഇടിയപ്പത്തിൻ്റെ പൊടിയും കൂടെ എടുക്കാം. ഇടിയപ്പത്തിൻ്റെ പൊടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിയാണ് കേട്ടോ, വറുത്ത് പൊടിച്ചതാണ്. അപ്പം അതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നനച്ച് അവിടെ വയ്ക്കുക. എന്നിട്ട് തേങ്ങയും ചെറിയ ഉള്ളിയും പെരിഞ്ചീരകവും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കാനുണ്ട്. അത് കുറച്ച് ക്രഷ് ചെയ്ത കോക്കനട്ട് കൂടെ ചേർക്കണം കേട്ടോ. ഞാൻ ഇവിടെ കോക്കനട്ട് മേടിക്കുന്ന ഈറയെന്നാണ് കേട്ടോ. ഇവിടെ ടൊറൻറ്റോ സ്കാർബ്രോയിലുള്ള ആൾക്കാരാണെങ്കിൽ ഈറയിൽ നിന്നുള്ള ഈ കോക്കനട്ട് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഞാൻ തേങ്ങാപ്പാലൊക്കെ എടുത്ത് നമ്മൾ ആ പായസമൊക്കെ ഉണ്ടാക്കിയില്ലേ, അതിനൊക്കെ അടിപൊളിയാണ്. കുറേ നന്നായിട്ട് തേങ്ങാപ്പാൽ കിട്ടുന്ന ഒരു തേങ്ങയാണത്. അപ്പം ഇതെനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ നിന്ന് വരുന്നത് തന്നെയാണെന്ന് തോന്നുന്നു. പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ ആയിരിക്കും, നാട്ടിൽ നിന്നുള്ളതാണെന്നാണെന്നാണ് തോന്നുന്നത്. നല്ല അടിപൊളി തേങ്ങയാണ്. ഓക്കെ, അപ്പം ഈ തേങ്ങയുടെ കൂടെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1 2 3 4 5 6 7 ഒരു 10 ചെറിയ ഉള്ളി ചേർത്ത് അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ പെരുംജീരകം. ഇതൊക്കെ ഒരു ചെറിയ ഈ തേങ്ങയുടെ നമ്മൾ എത്രയാണോ തേങ്ങ എടുക്കണ അതിനനുസരിച്ചിട്ടാണ് ഈ സാധനങ്ങളൊക്കെ. ഇതിനൊന്നും വലിയ കണക്കൊന്നും പറയാനറിയില്ല. സോ അത്രയും ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം. ഇത് ക്രഷ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഒരു നെയ്പ്പത്തലിൻ്റെ മണം വരും കേട്ടോ. അപ്പം ക്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് വെച്ചില്ലേ ഇതിനകത്തോട്ട് കംപ്ലീറ്റ് ചേർക്കുക. ഇത് വറുത്ത വെച്ച പൊടിയാണെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ കുഴക്കമൊന്നും വേണ്ട കേട്ടോ. ഇത് ഓൾറെഡി വറുത്ത പൊടികളായതുകൊണ്ട് അധികം ചൂടുവെള്ളത്തിലൊന്നും കുഴക്കേണ്ട കാര്യമില്ല. ചെറിയൊരു വാം വാട്ടറിൽ കുഴച്ചാൽ മതി. അപ്പം ഞാനിപ്പം ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ്. അതൊന്ന് കുഴച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തരയ്ക്കുകയാണ്. എന്നിട്ട് വിസിൽ മാറ്റിയിട്ട് കുക്കർ ഒന്നും കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ അതിനകത്തോട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ തേങ്ങ ചേർക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുക. അതിനുശേഷം നമ്മുടെ മെയിൻ ഐറ്റം മുട്ട സൈഡൊക്കെ ഒന്ന് കീറിയിട്ട് അതിനകത്തോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. അവസാനം കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ വറുത്തിട്ട് ചേർക്കാം. അപ്പോഴേക്കും നമ്മുടെ കറി റെഡിയായി. ഇനി
ഇനി നമ്മുടെ നെയ്പ്പത്തിലിൻ്റെ കാര്യങ്ങൾ നോക്കാം. നെയ്പ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇതുപോലെ ഇങ്ങനെ ഉണ്ടയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കാം കേട്ടോ. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഇത് പരത്തിയെടുത്ത് അതിനകത്ത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് നെയ്പ്പത്തിൽ ഉണ്ടാക്കിയിട്ടെടുക്കാം. ഇനി നെയ്പ്പത്തിൽ പരത്താനായിട്ട് ഒരു ബട്ടർ പേപ്പറിൽ ഇതുപോലെ ആ ഉണ്ട ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ ഓരോ ഉണ്ടയായിട്ട് ഇങ്ങനെ എടുത്ത് കൊടുത്ത് ഇങ്ങനെ ബട്ടർ പേപ്പർ മടക്കിയിട്ട് അതിൻ്റെ മേലെ ഇതുപോലത്തെ എന്തെങ്കിലും റൗണ്ട് പ്ലേറ്റോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് റൗണ്ടായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇത് അതിനകത്ത് എടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് വറുത്തിട്ടെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡിന്നർ റെഡിയായി. ഈ കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ നെയ്പ്പത്തിലും വറുത്തരച്ച മുട്ടക്കറിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.